Hello students, this is a small video about cooperative urban banks. So by now we have discussed about the cooperative credit structure, then about the primary agriculture credit societies, DCBs, SCBs, and in the long term structure we have discussed about primary card banks, state card banks, and also NABARD. Now we are moving on to non-agricultural credit societies, and one of the most prominent non-agricultural credit society is the Urban Cooperative Bank, known as Cooperative Urban Bank, right? So moving on, it's the most prominent among non-agricultural credit societies. Primary societies working in the urban areas. It is the urban banks. The cooperative urban banks are termed as the primary society which is working in urban areas. The other കോപ്പറേറ്റീവ് സൊസൈറ്റി പാക്സ് ഒക്കെ നമ്മൾ റൂറൽ ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പാക്സ് എങ്ങനെയാണോ റൂറൽ ഏരിയയിലുള്ളത് അതുപോലെ അർബൻ ഏരിയയിൽ, പക്ഷെ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണ്, അഗ്രികൾച്ചർ ഓറിയന്റഡ് അല്ല. Then the main purpose of cooperative urban bank is to provide cheap credit to people in urban and semi-urban areas. Small traders, small merchants, artisans and salary earners and members of this bank. നമ്മൾ ഇതുവരെ പഠിച്ചതിലൊക്കെ അഗ്രികൾച്ചറിസ്റ്റ്, അങ്ങനെ ആർട്ടിസൻസ് അങ്ങനെയുള്ളവരൊക്കെയാണ് മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ട്രേഡേഴ്സും മെർച്ചൻസും ആർട്ടിസൻസും ഒക്കെയാണ് ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുണ്ടാവുക. And it provides short and medium term loans for non-agricultural purposes. കൃഷിക്ക് അല്ല അവർ ലോൺ കൊടുക്കുക, നോൺ അഗ്രികൾച്ചർ പർപ്പസസിനാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുക. Then it also provides various kinds of banking facilities to its members and customers. ഈ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഷോർട്ട് ആൻഡ് മീഡിയം ടേം നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ അതർ ബാങ്കിങ് ഫെസിലിറ്റീസും കൂടെ ഇത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് അതർ ബാങ്കിങ് ഫെസിലിറ്റീസ് ഓൾസോ. ആൻഡ് ഇറ്റ് ഈസ് ഏബിൾ ടു മൊബിലൈസ് മോർ ഡെപ്പോസിറ്റ്സ്. കോപ്പറേറ്റീവ് സെക്ടറിൽ തന്നെ നമ്മൾ ബാങ്ക്സും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദീസ് ബാങ്ക്സ് ആർ സെൽഫ് റിലയൻഡ് ആൻഡ് സെൽഫ് സപ്പോർട്ടിങ് ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. ഇവർക്ക് ഈ ഫണ്ട് ഒരു പ്രോബ്ലം അല്ല. ഇപ്പം നമ്മൾ ഓരോ സൊസൈറ്റീസ് പഠിക്കുമ്പോഴും ബാങ്കുകൾ പഠിക്കുന്ന സമയത്തും നമ്മളിങ്ങനെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഓൺ ഫണ്ട് ഇല്ലാത്തതാണ്. ഇപ്പം പ്രൈമറി കാർഡ് ബാങ്ക്സ് പറഞ്ഞപ്പം ഓൺ ഫണ്ട് കുറവാണ്. അതേപോലെ പാക്സിനും അസിസ്റ്റൻസ് എപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടിയാൽ മാത്രമേ അത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ അർബൻ ബാങ്ക്സിന്റെ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് they are self reliant with their own fund, and it is called as the brightest spot in cooperative movement. കോപ്പറേറ്റീവ് മൂവ്മെന്റിലെ ബ്രൈറ്റസ്റ്റ് സ്പോട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷെ ഇതിന് രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഒരു ഡ്യുവൽ കൺട്രോളിന്റെ കീഴിലാണ് ഈ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഒന്ന്, അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ കീഴിൽ വരുന്നതുകൊണ്ട് തന്നെ അതിന് RBIന്റെ ഡയറക്റ്റ് കൺട്രോളിൽ വരികയാണ് ചെയ്യുക. കൂടാതെ ഇതൊരു കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ബാങ്ക് ആയതുകൊണ്ട് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ റൂൾസും കൂടെ ഇതിന് ബൈൻഡിങ് ആയിട്ട് വരും. അപ്പം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഡ്യുവൽ കൺട്രോൾ ആണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കണം the number of banks in India have decreased from 1926 in 2005 to 1551 in 2018. അങ്ങനെ എല്ലാ ബാങ്കുകളുടെ എണ്ണം ഇങ്ങനെ കൂടുന്ന സാഹചര്യത്തിൽ അർബൻ ബാങ്ക്സിന്, പിന്നെ ഈ അർബൻ ബാങ്ക്സ് അർബൻ ഏരിയയിലായതുകൊണ്ട് അവർ കോമ്പീറ്റ് ചെയ്യേണ്ടത് ഈ കമേഴ്ഷ്യൽ ബാങ്കുകളോടാണ്. അപ്പോൾ അത് ഒരു വലിയ പ്രോബ്ലം ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് കൊണ്ട് തന്നെ ഈ ബാങ്കുകളുടെ എണ്ണം 2018 ആയപ്പോഴേക്ക് കുറയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ നീഡ് ആൻഡ് ഒറിജിൻ. നമ്മൾ ഇന്ത്യയിൽ ഈ റൂറൽ ഏരിയയിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒക്കെ അല്ലെങ്കിൽ പാക്സ് ഒക്കെ വന്നത് ഈ റൈഫീസൺ മോഡൽ എന്ന് പറയുന്ന ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഇനീഷ്യൽ ആദ്യകാലം നമ്മൾ ഹിസ്റ്ററിയിൽ അടുത്ത സെമസ്റ്ററിൽ പഠിക്കും. അപ്പൊ ആ റൈഫീസൺ മോഡൽ സൊസൈറ്റി ആയിട്ടാണ് റൂറൽ ഏരിയയിൽ അത് വന്നത്, ഈ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ വന്നത്. അതേപോലെ ഈ
അർബൻ ബാങ്ക്സ് വരുന്നത് ജർമ്മനിയിൽ തന്നെയുള്ള ഷൂൾസ് ഡെലിഷ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള സൊസൈറ്റീസ് ഉണ്ടായിരുന്നു ജർമ്മനിയിൽ. അതിൻ്റെ ബേസിസിലാണ് അവർ കാറ്റർ ചെയ്തത്. ഡെലിഷ് എന്ന് പറയുന്നത് ഒരു പിന്നെ നഗരമാണ്. അപ്പോൾ ആ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഈ ഷൂൾസിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടായിരുന്നത്, കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മോഡൽ അഡോപ്റ്റ് ചെയ്തിട്ടാണ് അർബൻ ബാങ്ക്സ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. One of the reasons for introducing UCB was the attitude of joint stock banks towards poor people. ഇപ്പോൾ ഈ urban ഏരിയയിലൊക്കെ അവരുടെ ആവശ്യങ്ങൾ, ബാങ്കിങ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തിരുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അതായത് നമ്മളിപ്പോൾ പറയുന്ന കമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ ഇവര് ഈ പുവർ സെക്ഷൻസ് ഓഫ് പീപ്പിളിനോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം സാധാരണക്കാരന്, പാവപ്പെട്ടവന് പൈസ ലോൺ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മൾ എന്തുകൊണ്ട് അർബൻ ഏരിയാസിൽ നമുക്കൊരു കോപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങിക്കൂടാ എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തുകയും അത് ഷൂൾസ് മോഡലിൽ നമ്മൾ തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഇത് 1912 ആദ്യം ഫോം ചെയ്തത്. പക്ഷെ മെക്ലഗൻ കമ്മിറ്റി 1915 മെക്ലഗൻ കമ്മിറ്റി അത് ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. Then among the total cooperative societies in India, 20% consist of urban cooperative. മൊത്തം കോപ്പറേറ്റീവ്സിന്റെ 20% urban cooperatives ആണ്. അപ്പൊ അത്ര പ്രോമിനന്റ് ആയിട്ട് കോപ്പറേറ്റീവ് സെക്ടറിൽ നിൽക്കുന്ന ഒരു സാധനമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Then most of the urban cooperative banks in India are concentrated in 4 states. ഇന്ത്യയിലുള്ള ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈവൺ അല്ല. എല്ലാ സ്റ്റേറ്റ്സിലും ഒരേ രീതിയിലല്ല അർബൻ കോപ്പറേറ്റീവ്സിന്റെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. 4 സംസ്ഥാനങ്ങളിലാണ് അത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതായത് മൊത്തമുള്ള UCBസിന്റെ ഏതാണ്ട് 80% ഈ സ്റ്റേറ്റ്സിലാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക ആൻഡ് തമിഴ്നാട്, ഈ 4 സ്റ്റേറ്റ്സിലാണ് ഇത് കൂടുതലായിട്ട് urban cooperative banks ഉള്ളത്. According to RBI, minimum share capital required for viable cooperative urban bank is 4 lakh. മെട്രോപൊളിറ്റൻ സിറ്റിയിലുള്ള ഒരു അർബൻ ബാങ്ക് ആണെങ്കിൽ അതിന് 4 ലക്ഷമാണ് ഷെയർ ക്യാപിറ്റൽ വേണ്ടത്. urban സെന്റേഴ്സിലാണെങ്കിൽ അത് 3 lakh ആണ്. സെമി അർബൻ സെന്റേഴ്സിലാണെങ്കിൽ അത് 1,50,000 ആണ്. അതേപോലെ ഈ ബാങ്കുകൾ is expected to cover a loan operations of 40 lakhs in metropolitan cities, 30 lakhs in urban centers and 15 lakhs in semi-urban centers. ഇങ്ങനെയാണ് അവരുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന ലോൺ ഓപ്പറേഷൻസ്. Then ഇനി കേരളത്തിലുള്ള UCBസിലേക്ക് വരികയാണെങ്കിൽ there are 69 cooperative urban banks of which 45 come under the purview of Banking Regulation Act. അപ്പോൾ ഈ ഡ്യുവൽ കൺട്രോളിൽ വരുന്ന 45 എണ്ണമാണ് നമുക്കുള്ളത്. Majority of the members are non-agriculturists. RBI has right for inspection and supervision of such banks. പറഞ്ഞു RBIന്റെ പരിധിയിലും കൂടെ വരും. And these banks are also eligible to join deposit insurance schemes. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീമുകളിൽ അംഗമാവാനുള്ള റൈറ്റ് ഈ ബാങ്കുകൾക്കുണ്ട്. ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ ടു urban കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ നമ്മൾ മൊത്തം അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചൊരു ജനറൽ ഐഡിയ എന്താണ് അതെന്നുള്ളത് ഉണ്ടാക്കി. ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ഇങ്ങനെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് വന്നത്, എവിടെയാണ് അത് കൂടുതലായിട്ടുള്ളത്, അതിൻ്റെ ക്യാപിറ്റൽ എത്രയാണ്, അതിനെ കൊണ്ട് എക്സ്പെക്ട് ചെയ്യുന്ന ലോൺ ഓപ്പറേഷൻസ് എത്രയാണ് എന്നൊക്കെ ഉള്ളത് കവർ ചെയ്തു. ആൻഡ് ഓൾസോ നമ്മൾ കേരളത്തിൽ എത്ര ഇങ്ങനത്തെ ബാങ്കുകളുണ്ട് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. In next video will be going into the details of urban cooperative bank. Thank you.